ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഗിൽറ്റി ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ കാര്യത്തില് അവര് ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു പെയിൻ മൂലം, അല്ലെങ്കിൽ അവര് കാരണമാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഡാമേജ് സംഭവിച്ചത് എന്നൊരു പെയിൻ അവരെ ഒരുപാട് ഗിൽറ്റി ഫീൽ തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യം നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുകയും മനസ്സുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ തെറ്റാണ് ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു പ്രശ്നം വരാനുള്ള കാരണം എന്ന് അവർ ആ ഒരു ഗിൽറ്റി ഫീലോട് കൂടി തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അൺഎക്സ്പെക്ടഡ് ഔട്ട്കം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സാന്നിധ്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് പുറത്തു നിന്നുള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അത് ഫാമിലി ആകാം, വ്യക്തികളാകാം. അങ്ങനെയുള്ള വ്യക്തികളുടെ സാന്നിധ്യം മൂലം ഈ ഒരു പേഴ്സൺ തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഇവരായിട്ട് തന്നെ ഡാമേജ് ഉണ്ടാക്കി. ഇപ്പൊ ഈ ഒരു കാര്യം ഇവർ റിയലൈസ് ചെയ്യുന്നു, അതിൽ ഇവർക്ക് ഒരുപാട് ഗിൽറ്റി ഫീൽ ഉണ്ട് എന്നുള്ളത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം. കോൺവെർസേഷൻ ആണ്. യെസ്, ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. ഈ ഒരു സമയത്ത് ഞാൻ നിന്നോട് സംസാരിക്കാനും നിന്റെ സംസാരം, അതായത് വോയിസ് കേൾക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് തുറന്നു പറയാനായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്.